ഈ ടാങ്കിലോട്ടാണ് നമ്മൾ പുതിയ ആളെ എടുത്ത് ഇട്ടേക്കുന്നത്. ട്രീറ്റ്മെന്റിൽ ഇട്ടേക്കാണ്. ഈ ആളെയാണ് എനിക്ക് പ്രത്യേകം എടുത്ത് കാണിക്കേണ്ടത്. പീകോക്കിന്റെ വേറൊരു വെറൈറ്റി. ഇവരെ അഗ്രഷൻ കാരണം ഇവര് കവർ കുത്തി പൊട്ടിച്ചളയും. ഇതിന്റെ അകത്തന്നെ ഇട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. 5 കവർ വെച്ചാണ് കേട്ടോ ഇവർ ഇന്ന് പൊതിഞ്ഞേക്കുന്നത്. കാരണം അവർ ഭയങ്കര ഡേഞ്ചറാണ്. എന്താണെന്ന് മനസ്സിലായോ? നമ്മളെ കൂട്ടിന് അങ്ങോട്ട് വന്നു കേട്ടോ. ഇന്നത് മഴയും വെയിലുമാണ്. ചില്ലിടുവിന്റെ സൗണ്ട് കേട്ടോ നിങ്ങൾ. നല്ല മഴയായിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം. ഇപ്പം മഴയൊക്കെ കഴിഞ്ഞ് ഒന്ന് റെഡി ആയതേ ഉള്ളൂ. ഞാനും ഉണ്ട്, നിധിയും ഉണ്ട്. ഇന്നലെ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നു. കൂടിനകത്തോട്ട് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു അപ്ഡേറ്റ് കാണാൻ പറ്റും. ഇത് നമ്മളെ ഫീഡിങ് സെക്ഷനാണ് കേട്ടോ. അത് നമ്മളത് അവിടെ നിന്ന് ഇങ്ങോട്ടാക്കി കേട്ടോ. വേറൊരു ചരിവ് സെറ്റ് ചെയ്തു. തൽക്കാലത്തേക്കാണ്, വേറൊന്നും കൊണ്ടല്ല. ഈ ടാങ്കിലോട്ടാണ് നമ്മൾ പുതിയ ആളെ എടുത്ത് ഇട്ടേക്കുന്നത്. ഒരാൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. അത് ആരാണെന്നൊക്കെ ഞാൻ അപ്ഡേറ്റ് പറഞ്ഞുതരാം. രാവിലെ തന്നെ എനിക്ക് കൊറിയർ വന്നു കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് നിങ്ങൾക്കും കൂടി ചിലപ്പോൾ ഉപകാരപ്പെടും കേട്ടോ. കാണിച്ചു തരാം എന്താണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് എന്താണെന്ന്. നമ്മളെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആണ് കേട്ടോ. ഏകദേശം 5 TB ആണിത്. നമ്മളെ ബ്ലൂ വന്നിട്ട് അറൗണ്ട് ഒരു 12,800, ഇത് വന്നിട്ട് ഒരു 12,200 ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ അത്രയും ഹെവി സാധനങ്ങൾ ഏകദേശം 6 GB നമ്മൾ ഔട്ട് തന്നെ വരും. അപ്പോൾ അതെല്ലാം നമുക്ക് സേവ് ചെയ്തിടണ്ടേ, നാളെ ഒരിക്കൽ നമുക്ക് ഉപയോഗപ്രദമാകും. ഒരിക്കൽ സിസ്റ്റം അടിച്ചു പോയപ്പോൾ നമ്മുടെ ഫയലുകളെല്ലാം ഡിലീറ്റ് ആയിപ്പോയി. അതിനുശേഷമാണ് ഞാൻ ഇത് മേടിക്കാൻ വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഒരു ക്വസ്റ്റ്യൻ, ഇന്നലെ കൊണ്ടുവന്ന ആളെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? പക്ഷെ ഒരു കാര്യം പറയട്ടെ, അത് നമുക്കുള്ളതല്ല. അത് നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. ആരാണ് എന്താണെന്നൊക്കെ പറയാം കേട്ടോ. അതിൻ്റെ ജോ മൊത്തവും കീറിപ്പോയി. ട്രീറ്റ്മെൻറ്റിൽ ഇട്ടേക്കാണ്. ആളെ നമ്മൾ ക്യൂർ ചെയ്തതിന് ശേഷം മാത്രമേ ആ ആളെ കയ്യിൽ കൊടുക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, പോയി കണ്ടിട്ട് വാ നമ്മൾ എന്താ മേടിച്ചിട്ട് വന്നേന്ന്. യെസ്, അപ്പോൾ നമ്മൾ സ്പോട്ടിലെത്തി. നമ്മളെ വണ്ടി കിടക്കുന്നു. വണ്ടിയുടെ ബാക്കിൽ നമുക്ക് കൊണ്ടുപോകാനുള്ള കവർ എടുക്കാം. ഓക്കെ, ഈ വട്ടവും ഞാൻ 2 കവർ വെച്ചാണ് കേട്ടോ വന്നേക്കുന്നത്. ഓൾറെഡി നമ്മൾ കോഴിക്കാർപ്പ് എടുത്തിരുന്നത് ഇവിടെ നിന്ന് തന്നെയായിരുന്നു. ഓസ്കാറിന് ചെറിയൊരു പ്രശ്നം പറ്റി, അതുകൊണ്ടാണ് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചത്. ഹായ്, ആളടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് കോഴിക്കാർപ്പ് എടുത്ത് ഈ ടാങ്കിൽ നിന്നായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ച് തന്നെയാണോ പ്രോ ഇട്ടേക്കുന്നത്? അവർ വേറെ ഫൈറ്റും കാര്യങ്ങളൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. വെള്ളം പറ്റി. ഏതിലാണ് വെള്ളം പറ്റിയത്? ഇതിലാണ് പറ്റിയത്. ലീക്ക് ആവുന്നുണ്ട്. ഞാൻ ഒരു ലീക്ക് ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ആക്ച്വലി നമ്മൾ അന്ന് കോഴിക്കാർപ്പ് എടുത്തിട്ട് പോയതിനു ശേഷം രണ്ടുപേരും ഒരുമിച്ചാണ് ഇട്ടത്. അതിനുശേഷം വെള്ളം ലീക്കായി തുടങ്ങി. അതുകൊണ്ട് ബ്രോ വിളിച്ച് പറഞ്ഞു അർജൻറ്റാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തുകൊണ്ട് നമ്മൾ അവിടുത്തെ ടാങ്ക് ഉണ്ട് ബ്രോ, അവിടെ കൊണ്ടിട്ട് നോക്കാം. അവർ സേഫ് ആയിരിക്കും. ഇവിടുന്ന് കൊണ്ടുപോയി കോഴിക്കാർപ്പൊക്കെ അടിപൊളിയായിട്ടിരിപ്പുണ്ട് കേട്ടോ. അവർ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ അതെ, അവരെ ഇങ്ങനെ ഇടിക്കുകയാണ്. ഇവർ കൺഫേം പേരല്ലേ ബ്രോ? ആ, നമ്മളെ വീഡിയോ കണ്ട് കുറേ പേരെ വിളിച്ചിരുന്നു അല്ലേ? പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ പ്രശ്നമായി. ഓക്കെ, അല്ലേ അങ്ങോട്ട് മാറ്റിയിട്ടു. ഇവിടെ ചെറിയൊരു ഡാമേജ് അവന് പറ്റി. ഫുഡ് കറക്റ്റ് അല്ലേ? ഓക്കെ, നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാം. ഓ, അടുത്ത ആളെ കൂടി എടുത്തു. ഓക്കെ, നൈസ്. ഞാൻ തിരിച്ചു വന്ന് ഇവന്മാരെ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവന്മാരെ കുഞ്ഞുങ്ങളല്ലേ ഇവിടെ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അതെ, അവരെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. അതെ, ഈ കിടക്കുന്നതെല്ലാം. നമ്മളെ വീഡിയോ കണ്ട് ഒരുപാട് പേര് വിളിച്ചിരുന്നു. ആക്ച്വലി ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രശ്നം കാരണമാണ് ബ്രോയ്ക്ക് അയച്ചു തരാൻ വേണ്ടി പറ്റാത്തത്. ഈ വെള്ളം ചോർന്ന് ഇവിടെ ഒരു ഫൗണ്ടൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫൗണ്ടൻ്റെ അകത്ത് കൊണ്ട് വെച്ച് കൊടുത്തു. അതങ്ങനെയാണ് അതിൻ്റെ തൊലി ഈ സൈഡ് മൊത്തം പോയി. ഇനി ഇട്ടിരുന്ന റിസ്ക്കാണ്. കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ വീടിൻ്റെ അവിടെ ടാങ്കിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കുഴപ്പമില്ല. ഒരാളെ നമ്മൾ പാക്ക് ചെയ്തു. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ആളെ എടുത്തു. അപ്പോൾ നമ്മൾ 2 പേരെ എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മളെ വണ്ടിയിൽ അങ്ങോട്ട് പോകാം. യെസ്, അങ്ങനെ 2 പേരെ കൊണ്ട് നമ്മൾ സേഫായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് എത്തി. നല്ല ഇരുട്ടി കേട്ടോ. സമയം വന്നിട്ട് എത്ര, 7:20 കഴിഞ്ഞു കേട്ടോ. ഇവിടെ മൊത്തം ഇപ്പോൾ മണ്ണാണ്. കാണാൻ പറ്റുമോ നോക്കട്ടെ. അതേ നോക്കി, ഫുൾ നമ്മൾ കല്ലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടോ. ലക്കിയായി. ആക്ച്വലി നമ്മുടെ വീട്ടിൽ പണി അടയ്ക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കല്ലും മണ്ണൊക്കെ നമ്മൾ ഇവിടെ കൊണ്ട് സ്ലോപ്പ് ചെയ്തേക്കുന്നത്. ഇവിടെ സ്ലോപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ ആയോ നിധി? കുറച്ചധികം നേരത്തെ ആയിപ്പോയല്ലേ തന്നെ ലക്കി? നീ എന്നെ നോക്കിയിരിക്കുകയായിരുന്നോ ലക്കി? അപ്പോൾ നമ്മളിന്നൊരു സാധനം പോയി എടുത്തിട്ട് വന്നു കേട്ടോ. കണ്ണിൽ ഫ്ലാഷ് അടിക്കുന്നല്ലേ, നോക്കാൻ പറ്റില്ലല്ലേ. ഒരു ബഹളം കേട്ടോ, ഉപ്പൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒരു സാധനം എടുത്തിട്ട് വന്നു. എനിക്ക് പോലും ഫ്ലാഷിൽ നോക്കാൻ വേണ്ടി പറ്റുന്നില്ല. കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കൂടുതൽ എത്തിയിട്ട് കാണിച്ചു തരാം. എന്താ കൊണ്ടുവന്നത്, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പറയൂ. എന്തോന്ന് മീൻ എടുക്കാൻ പോകണം ചേട്ടൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലല്ലോ, കള്ളി പറഞ്ഞു. എന്തോ ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി സാധനത്തിനുണ്ടോ എടുത്തിട്ട് വന്നേക്കുന്നത്. അപ്പോൾ അതെ, നിധി നോക്കാൻ വേണ്ടി പോവുകയാണ് എന്താണ് നമ്മൾ കൊണ്ടുവന്നതെന്ന്. നിധി മാത്രമല്ല കേട്ടോ, ലക്കിയുണ്ട്. എന്താണെന്ന് മനസ്സിലായോ? ഒന്നും കണ്ടില്ലേ?
ദേ എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായില്ല. അടുത്തത് കാരണം 1ഉം 2ഉം കവറല്ല, ഏകദേശം 5 കവർ വെച്ചാണ് കേട്ടോ ഇവർ ഇന്ന് പൊതിഞ്ഞേക്കുന്നത്. കാരണം അവർ ഭയങ്കര ഡേഞ്ചറാണ്. ഒരു കാര്യം ചെയ്യാം, നേരെ നമ്മുടെ കൂടിലോട്ട് പോകാം. കൂടെ എത്തിയിട്ട് കാണിച്ചു കൊടുക്കാം നിധിക്ക്. നമ്മളെ കൂട്ടിന് അങ്ങോട്ട് എത്തിയാട്ടോ. അപ്പം നേരെ നമുക്ക് കൂട്ടിനകത്തോട്ട് കയറാം. കുറച്ച് പണികളുണ്ട്, കുറച്ച് പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റണം, ചെയ്തിട്ട് വേണം ഇവർ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിധിക്ക് മനസ്സിലായ എന്താ നമ്മൾ കൊണ്ടുവന്നേന്ന്? ഓസ്കാർ അല്ലത്, അത് ഓസ്കാർ അല്ല, പീകോക്കിന്റെ വേറൊരു വെറൈറ്റി. യെസ്, നമുക്കൊരു ബ്ലാക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം നമുക്ക് ഒരെണ്ണമുണ്ട്, വെയിൽറ്റെയിൽ. ഒരു വെയിൽറ്റെയിൽ നമ്മൾ കിടപ്പുണ്ട്. നോർമൽ സാധനം നമ്മുടെ കയ്യിലില്ല. ഇത് കുറച്ച് പാടാണ്, കാരണം ഏകദേശം ഇവർ അഗ്രഷൻ കാരണം ഇവർ കവർ കുത്തി പൊട്ടിച്ചളയും. 5 കവറാണ് ഇട്ടേക്കുന്നത്. ഓൾറെഡി 2 കവർ നമ്മളെ പയ്യൻ ഇട്ടു. അതും അല്ലാണ്ട് നമ്മൾ ഷോപ്പിൽ പോയി എയറും അടിച്ചു, കവറിൻ്റെ എണ്ണവും കൂട്ടി, കാരണം ചോരുന്നുണ്ടായിരുന്നു. അവൻ പൊട്ടിച്ചെന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്തന്നെ ഇട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഓ, ഇറങ്ങി പോടാ. അവൻ്റെ ഇറങ്ങി നീന്ത തലയിരുന്നിരിക്കണം. ഓ എൻ്റെ അമ്പോ, ഈ സെയിം അല്ലേ നമ്മളതിൽ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇവനെ അങ്ങ് പയ്യെ റിലീസ് ചെയ്യാം. വാടാ. ഓക്കെ, വാ. ദേ അതിൻ്റെ അകത്തേക്ക് ഇടുകയാണ് കേട്ടോ. ദേ പോട്ടറ. അടിപൊളി. നമ്മളെ രണ്ടാമത്തെ ആളെ പൊട്ടിക്കാം കേട്ടോ. ഈ ആളെയാണ് എനിക്ക് പ്രത്യേകം എടുത്ത് കാണിക്കേണ്ടത്. ഒരിക്കൽ നമ്മളിത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ കോൺടാക്ട് നമ്പറൊക്കെ ഇട്ടതായിരുന്നു. ഒരുപാട് പേര് വിളിച്ചു കേട്ടോ. ട്രാൻസ്പോർട്ടേഷന് കൊടുക്കുമ്പോൾ ഇവർ കവർ അടിച്ച് കീറുന്നു. പുള്ളി ഒരു വട്ടം എന്തോ കൊണ്ടുപോയപ്പം കവറിനെ അടിച്ച് കീറി കളഞ്ഞത്. അതുകൊണ്ടാണ് പേടിച്ചിട്ട് ട്രാൻസ്പോർട്ടേഷൻ നോക്കാത്തത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആള്. ഇറങ്ങി വാടാ. ഓക്കെ, ഇതാണ് നമ്മളെ രണ്ടാമത്തെ ആള്. ദേ അതിൻ്റെ ഫേസ് നോക്കിക്കോ. മോട്ടറിൻ്റെ ഇടക്ക ആൾ കൊണ്ട് വാ വെച്ചതാണ് കേട്ടോ. ഇവിടെ മൊത്തവും പാച്ച് വർക്കായി പോയി. ഫുഡൊക്കെ എടുക്കുന്നുണ്ട്. ആളെ കിട്ടാക്കട്ടെ. ഇയാളെ കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. ദേ റിലീസ് ചെയ്യാണ്. ഓക്കെ, ഇട്ടു. അപ്പോൾ കണ്ടായിരുന്നല്ലോ, അങ്ങനെ കൊണ്ട് നമ്മളെ ഈ ടാങ്കിൻ്റെ അകത്ത് ഇട്ടു. ദേ നമ്മളെ ടാങ്ക് നോക്കിക്കേ. പെയിൻ്റ് അടിക്കണമെന്നൊക്കെ വിചാരിച്ചാൽ മഴ കാരണം നമുക്ക് പെയിൻ്റ് അടി നടക്കുന്നില്ല. കണ്ടില്ലേ, ഇതെല്ലാം പൊളിഞ്ഞ് വരിക. അപ്പോൾ മഴ കഴിഞ്ഞിട്ട് ചെയ്യാം അല്ലേ. ഇവിടെ മഴ തുടങ്ങി അടിപൊളിയായിട്ട്. ഇന്നലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇന്നലെ രാത്രി കൊണ്ട് കറക്റ്റായിട്ട് ക്ലിയർ ആയില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. 2 പേരെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മളെ ബ്ലാക്കിനെ പിടിച്ച് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ബ്ലാക്കി. ഒരിക്കൽ നമ്മുടെ ഗാറ് പാതി തിന്നതാണ് ഇതേപോലത്തെ അല്ലേ നിധി? ഏകദേശം ഒരു 2 ആഴ്ചത്തോളം നമ്മളെ ഇവിടെ കാണും കേട്ടോ. കാരണം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പക്കയായിട്ട് നമ്മളെ പാക്കൂന് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തോ അതേപോലെ ഇവരെയും ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഇന്നലെ കാണിച്ചെന്ന് കാണും. ഈ ആളെയാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതിൻ്റെ വായൊക്കെ കണ്ടോ, അതിൻ്റെ ചുണ്ടൊക്കെ കണ്ടോ? ഓക്കെ, അധികം സ്ട്രെയിൻ ചെയ്യിപ്പിക്കുന്നില്ല. അപ്പോൾ അവനാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ആൾ. നമ്മൾ ഓൾറെഡി നമ്മളെ ഫിഷസിനൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഷോപ്പിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും പറഞ്ഞു തരുന്നത്. നമ്മുടെ കുഞ്ചാലമൂടുള്ള തിരുവോണ ഫിഷ് ഫാം. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എൻ്റെ കാര്യങ്ങളൊക്കെ പുള്ളി അതിനെപ്പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട്, റിസർച്ച് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഫിഷസിനെ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായാലും പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി. അത് നമ്മുടെ ട്രിവാൻഡ്രത്ത് നമ്മുടെ കരമനയ്ക്ക് അടുത്താണ് കുഞ്ചാലമൂട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ? അസുഖങ്ങളെല്ലാം മാറിയിട്ട് ഈ ആളെ നമ്മൾ ആ ആൾക്ക് കൊടുക്കും കേട്ടോ. അത് ആരാണെന്ന് നിധിയെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുറകെ എൻ്റെ അപ്ഡേറ്റൊക്കെ നമ്മളെ ചാനലിൽ വരും. ആക്ച്വലി ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. മഴയുടെ കൂടെ തന്നെ ഒരു ബസ് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. വഴിയിൽ ആക്സിഡൻറ്റ് എന്തോ പൊട്ടി ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ഏകദേശം 3 മണിക്കൂറോളം നമ്മൾ റോഡിൽ പെട്ടുപോയി. അതുകൊണ്ടാണ് രാത്രിയായിപ്പോയി. അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ഔട്ട്ഡോർ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിലുള്ള നല്ല നല്ല വീഡിയോസ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതൊരു ബൈ നിധി. എൻ്റെ സൗണ്ടൊക്കെ ഇച്ചിരി മാറിയതായിട്ട് തോന്നണല്ലേ? ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇവിടെ നല്ല ഇതിന് മഞ്ഞൊക്കെ ഇറങ്ങും മഴ പെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.